നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കുളക്കട പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം റേഷൻ വ്യാപാരി രവീന്ദ്രനുണ്ടായ ദുരനുഭവം കൊട്ടാരക്കര മീഡിയയോട് തുറന്നു പറയുന്നു. എൻ്റെ പേര് രവീന്ദ്രൻ. കുളക്കടയാണ് താമസം. കുളക്കട ലക്ഷപ്പീടി ജംഗ്ഷനിലാണ് ഞാൻ നടത്തുന്ന റേഷൻ കട. ഇന്നലെ 11 മണി കഴിഞ്ഞ് റേഷൻ കടയിൽ പോലീസ് വന്നു. SI ഉണ്ടായിരുന്നു. SI ഇറങ്ങി വന്നു പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വാറണ്ടുണ്ട്, സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിൻ്റെയാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പണം അടയ്ക്കാനുള്ള ഏതോ കേസാണ്, അത് വാറണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് സ്റ്റേഷനിൽ വന്നേ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പണമെല്ലാം അടച്ചതാണ്, എല്ലാ പണം അടച്ച, അതിൻ്റെ രേഖ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാം ഇരിപ്പുണ്ട്. എവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് വീട്ടിലായിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, എന്തായാലും വണ്ടിയിൽ കയറ എന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിൽ കയറി പുത്തൂർ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ഒരു കസേരയൊക്കെ തന്ന് ഇരുത്തിയിരുന്നു. പോലീസ് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. അവിടെ ഇരുന്നപ്പോഴത്തേക്കിന് സെക്രട്ടറി ഇവിടുന്ന് എൻ്റെ ഭാര്യ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് ഇതുപോലെ വിവരം പറഞ്ഞ് എല്ലാം എൻ്റെ പേരും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞത് പിന്നെ പണം അടച്ചതാ എന്ന് സെക്രട്ടറി വന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴത്തേക്കിന് രഞ്ജിത്ത് വന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്. പിന്നെ കുളക്കട പഞ്ചായത്ത് പ്രസിഡൻറ്റും വന്നു. സെക്രട്ടറി വന്നു, കുളക്കട പഞ്ചായത്ത് പ്രസിഡൻറ്റ് വന്നു. പിന്നെ വേറെ ഈ കുളക്കടയിലെ മെമ്പറിൻ്റെ ഹസ്ബൻഡ് വേണു വന്നു. അങ്ങനെ പലരും വന്നു. എൻ്റെ സ്നേഹിതന്മാരും വേറെ കടക്കാരും ഒക്കെ എല്ലാവരും വന്ന് അവരോട് SI പറഞ്ഞത് ഇന്ന് വിടാൻ പറ്റിയില്ല, നാളെ കോടതി ഹാജരാക്കിയതിന് ശേഷമേ വിടാൻ പറ്റൂ. അപ്പം സെക്രട്ടറി രഞ്ജിത്തും ഒക്കെ വന്ന് ഇടപെട്ട കേസായതുകൊണ്ട് അവർ വന്നതിന് ശേഷം പിന്നെ SI മാസ്റ്റർ തയ്യാറാക്കി എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. രഞ്ജിത്ത് ബ്ലോക്ക് മെമ്പറിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. വേറെ ഇവിടുത്തെ മെമ്പറുടെ ഹസ്ബൻഡിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് സാക്ഷി ഒപ്പിടിപ്പിച്ച് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ശരിക്കും പണം അടച്ചിട്ടും നമുക്ക് ഇങ്ങനൊരു അവസ്ഥ വരാൻ ക്രമക്കേട് പഞ്ചായത്തിലാണ് അതിൻ്റെ കുഴപ്പം പറ്റിയത്. അപ്പോൾ ഈ സമൻസ് വന്ന സമയത്ത് 1.5 വർഷം മുമ്പ് സമൻസ് വന്ന ആ സമൻസും കൊണ്ടാണ് പിന്നെ ഞാൻ പഞ്ചായത്തിൽ ചെല്ലുന്നത്. പഞ്ചായത്തിൽ ചെന്ന് അത് അവിടെ കാണിച്ചപ്പം പറഞ്ഞു, ഇത് പണം അടയ്ക്കാനുള്ളതാണ്, അടയ്ക്കാമെങ്കിൽ ഇത് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അടയ്ക്കാമെന്ന് പറഞ്ഞു. പിന്നെ അത് 3 വർഷത്തെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതും അടയ്ക്കാം, എല്ലാം അടയ്ക്കാമെന്ന് പറഞ്ഞാൽ 8000 രൂപ ചില്ലറ ഉണ്ടായിരുന്നു, അതവിടെ അടച്ചു. ഇനി എനിക്ക് എന്തെങ്കിലും നടപടിക്രമങ്ങൾ എന്തെങ്കിലും വരുമോ, കുഴപ്പം എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, ഞാൻ ഇത് കോടതിയിൽ നിന്ന് ഒഴിവാക്കിയേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ചെയ്തില്ല, കേസ് ഒഴിവാക്കിയില്ല. കോടതി ആ കേസ് ഇങ്ങനെ കിടന്ന് അതങ്ങ് വിളഞ്ഞൊടുക്കും വാറണ്ടായിട്ടാണ് വരുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. പിന്നെ വിട്ടു. പിന്നെ എൻ്റെ വീടിനടുത്തുള്ള ഒരു പയ്യൻ കാരം കൊണ്ടുവന്നു. ഇതിനിടയ്ക്ക് എൻ്റെ അനിയന് ഈ രേഖകളെല്ലാം അടങ്ങിയ ഫയല് സ്റ്റേഷനിൽ കൊണ്ട് തന്നു. അത് അവരെല്ലാവരും കാണിച്ചു. എൻ്റെ പേര് ഗീതാകുമാരി. ഞാൻ കുളക്കട പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പറായിരുന്നു. അതെല്ലാം ഉപരി ഇന്നലെ ഇവിടെ നടന്നതൊരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് നടന്നത്. എന്താണെന്ന് വെച്ചാൽ, റേഷൻ കട സമയത്ത് ഒരു പോലീസ് ജീപ്പ് കൊണ്ടുവന്നിട്ട് റേഷൻ കടക്കാരനോട് വണ്ടിയെ കയറാൻ പറയുകയും പിന്നെ ആൾക്കാർ ഇടപെട്ട് അത് അങ്ങ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോലും അവർ കേൾക്കാതെ പിടികിട്ടാപ്പുള്ളികളെ കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ട് റേഷൻ കടയിൽ നിന്നും പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത് അത് വളരെ മോശമായ ഒരു പരിപാടിയാണ്.
ഏത് പോലീസുകാരായിരുന്നാലും ഒന്നുകിൽ ഒരു പേപ്പർ നമുക്ക് തരണം, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകുന്ന ആളുടെ അടുത്തുള്ള കടക്കാരനെ ആരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണം. ഇതൊന്നുമില്ലാതെ നിന്ന നിപ്പിൽ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് ഒരു തെറ്റായ കാര്യം തന്നെയാണത്. പക്ഷേ അന്നേരം അവിടെ നിന്ന് ആളെ വിളിച്ച് പറഞ്ഞതിന് പ്രകാരമാണ് ഇവിടെ ഇരുന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ ഞാൻ വിളിച്ച് കാര്യം തിരക്കിയപ്പോഴേ പറഞ്ഞു ഒരു കുഴപ്പമില്ല മെമ്പറെ, അത് പിന്നെ പുള്ളി ഇപ്പോൾ ഉടനെ അങ്ങ് വിട്ടേക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സെക്രട്ടറി എൻ്റെ അടുത്ത് പറഞ്ഞത്. അന്നേരം അതിന് പ്രകാരം ഞാൻ ഇവിടുന്ന് 2 പേരെ കാറ് കൊടുത്ത് പറഞ്ഞു വിട്ടു, പോയി വിളിച്ചുകൊണ്ട് വരാൻ. അവിടെ ചെന്നപ്പോഴാണ് അങ്ങനെയൊന്നും പിന്നെ വിടാൻ പറ്റത്തില്ലെന്ന് അവർ പറയുകയും പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പ്രസിഡൻറ്റ് രഞ്ജിത്തും എല്ലാവരുടെയൊക്കെ ഇടപെട്ടെന്നായിരുന്നാലും പിന്നെ അത് അദ്ദേഹത്തെ വിട്ടയച്ചു. അത് പറഞ്ഞാൽ മതി. ഇത്രയും പ്രായമുള്ള വയോധികനായ എൻ്റെ അച്ഛന് ഇന്നലെ സംഭവിച്ച ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം കുളക്കട പഞ്ചായത്ത് തന്നെയാണ്. ഇന്ന് രാവിലെ കുളക്കട പഞ്ചായത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അച്ഛന് പരാതിയില്ല എന്ന് പറയുന്നത് അച്ഛൻ്റെ മാന്യത. അച്ഛന് സുഖമില്ല, പരാതിയുടെ പുറകിലൊന്നും നടക്കാനുള്ള ആരോഗ്യമില്ല, തന്നെയുമില്ല ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ളൊരു മാനസിക സ്ഥിതിയിൽ നിൽക്കുന്ന ആളാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ കാരണം ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് പോലും ഉണ്ടാകരുത്. കൃത്യമായിട്ട് തൊഴിൽക്കാരം അടച്ച എൻ്റെ അച്ഛനെ ഇവർ അനധികൃതമായിട്ട് പൊതുമധ്യത്തിൽ വെച്ച് ആളുകളെല്ലാം നോക്കി നിൽക്കെ റേഷൻ കടയിൽ നിന്നും പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഒരു പിടികിട്ടാപ്പുള്ളിയെ കൊണ്ടുവന്നതുപോലെ എൻ്റെ അച്ഛനെ ആളുകൾ നോക്കി നിൽക്കെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പോൾ ആ ആളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. പോകുന്ന വഴിയിൽ എൻ്റെ അച്ഛൻ ശരിക്കും വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ കണ്ടു നിന്നവർ പറയുന്നുണ്ട്. കാരണം എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു പെറ്റി കേസോ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഈവൻ അച്ഛൻ്റെ അങ്ങനെ സാമ്പത്തിക ഇടപാടോ കാര്യങ്ങളോ ഒന്നും ഒരാളുമായിട്ടും ഇല്ല. സാമ്പത്തിക ഇടപാടുകളെല്ലാം വളരെ കൃത്യമാണ്, കടം വാങ്ങാറില്ല. അപ്പോഴങ്ങനെയുള്ള ഒരു കാര്യത്തിലും അച്ഛൻ ഏർപ്പെടാറില്ല. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. കൃത്യമായിട്ട് കരമടച്ച ഒരാളെയാണ് ഇവർ അനധികൃതമായിട്ട് ഈ പഞ്ചായത്തിൻ്റെ അലക്ഷ്യ മനോഭാവത്തിൽ സത്യം പറഞ്ഞാൽ അച്ഛൻ ബലിയാടാവുകയാണ് ചെയ്തത്. കേട്ടവരെല്ലാം ചോദിച്ചത് ലോകത്തെങ്ങുമില്ല ഇങ്ങനെ ഒരു കരം, എത്രയോ പെൻഡിങ്ങായി എത്രയോ ആളുകൾ കിടപ്പുണ്ട്. ഇതുപോലെ പോലീസിനെ വെച്ച് അറസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോകത്തക്ക രീതിയിലേക്ക് നിങ്ങൾക്ക് ആരാണ് ഇത്ര ശത്രുക്കൾ എന്നാണ് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നവരെല്ലാവരും ചോദിക്കുന്നത്. അത് രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ചോദിക്കുന്നുണ്ട്. ഇതിൽ കോൺഗ്രസ്സുകാർ, BJP-ക്കാർ, ഇടതുപക്ഷം എല്ലാ ആളുകളും വീട്ടിൽ വരികയും സംസാരിക്കുകയും ഇതിലെല്ലാം ഖേദം രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ അച്ഛന് സംഭവിച്ച ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് അത് എത്രത്തോളം ആഴമുണ്ട് എന്നുള്ളത് വീട്ടുകാരായ ഞങ്ങൾക്കറിയാം. ഞാൻ ഇന്ന് രാവിലെ കുളക്കട പഞ്ചായത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റേതായിട്ടുള്ള, അതായത് അച്ഛൻ പരാതിക്ക് പോകുന്നില്ല എങ്കിൽ തന്നെയും അച്ഛന് സംഭവിച്ചതിൽ എനിക്ക് പരാതിയുണ്ട്. കാരണം കുളക്കട പഞ്ചായത്ത് അതിന് നമുക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവർക്ക് സംഭവിച്ച അനാസ്ഥ എന്താണെന്ന് പറയാനുള്ള, തുറന്ന് ജനങ്ങളോട് പറയാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവിടെ പോയതും സെക്രട്ടറിയായിട്ട് സംസാരിച്ചത്. സെക്രട്ടറി ആരെയൊക്കെയോ ഒന്ന് സംരക്ഷിക്കാനുള്ള ഒരു വ്യഗ്രതയിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടതാണ്, അത്രയും പ്രൊട്ടക്ഷൻ കൊടുത്ത്. പക്ഷേ ഈ പ്രൊട്ടക്ഷൻ അവർ കൊടുക്കുമ്പോഴും ഇതിനകത്ത് എന്തെങ്കിലും എൻ്റെ അച്ഛൻ്റെ ജീവന് സംഭവിച്ചിരുന്നുവെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിരപരാധിയായ ഒരു മനുഷ്യൻ, അത് ഇത്രയും പ്രായമുള്ള ഒരാൾ എത്രത്തോളം സഹിക്കും? ഇനി റിമാൻഡ് ചെയ്യുക, അവിടെ ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞേക്കുന്നത് ഇനി റിമാൻഡ് ചെയ്യാണ്, പിന്നെ കേസെടുക്കുകയാണ്, ഇനി തിരിച്ച് പോകാൻ പറ്റത്തില്ലെന്നുള്ള രീതി വരെ അവിടെ സംസാരിച്ചു എന്നാണ് പറയുന്നത്. തൊട്ട് കുറേ ഇവരെല്ലാം അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തുകാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ ചെന്നിട്ടാണ് അച്ഛനെ ഇറക്കിക്കൊണ്ട് വരുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് എന്ത് സംഭവിക്കാവുന്ന ഒരു നിമിഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വക്കീലെന്ന് പറയുന്നത് ഷൈൻ പ്രഭ എന്ന് പറയുന്ന അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇവിടുന്ന് പഞ്ചായത്ത് കൊടുത്ത ലിസ്റ്റാണ്. പഞ്ചായത്ത് കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് അവരുടെ ചുമതല നടപ്പിലാക്കി. അവരാരാണ് ഏതാണെന്നുള്ളതൊന്നും അറിയേണ്ട കാര്യമില്ല. പഞ്ചായത്ത് കൊടുത്തു, ഇന്ന ആളുകൾ, ഇത്ര ആളുകൾ ചെയ്യാനുണ്ട്, അപ്പം അതിൻ്റെ പേര് നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് കൊടുത്തതിന് അവർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു. വേറെ ആളാരാണെന്നൊന്നും നോക്കിയില്ല. അതിൽ വളരെ ഖേദമുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും സംസാരിച്ചു. ഇത് ശരിക്കും ഒരു പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒപ്പിടുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഇവരെല്ലാം ബാധ്യസ്ഥരാണ്. ഇതിന് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇത്രയും PSC ടെസ്റ്റും ഒക്കെ എഴുതി വളരെ വിവരമുള്ള ആളുകളെ, അതും കോടിക്കണക്കിന് രൂപ പരിശീലനം കൊടുത്തും കമ്പ്യൂട്ടർവൽകൃതമായിട്ടുള്ള ഒരു ഓഫീസുകളിലൊക്കെയാണ്. പണ്ടത്തെ കണക്കല്ല.
ഇത്രയും ബന്ധവസായിട്ടിരിക്കുന്ന ഓഫീസിനകത്ത് തികച്ചും അലക്ഷ്യ മനോഭാവത്തോടു കൂടി ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് ഇനിയും ഒരാൾക്കും ഇങ്ങനെ ഒരു മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് പരാതിയായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. എൻ്റെ കൂടെയുള്ളവരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും എല്ലാം ഉൾപ്പെടെ അച്ഛന് സുഖമില്ല, ഓക്കെ, എങ്കിൽ നിങ്ങളെങ്ങനെയാണോ ചെയ്യേണ്ടത്, നിങ്ങളല്ലേ ഇതിന് പ്രതികരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പോയതും. അപ്പം സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല. ഇതിനകത്ത് ക്ലറിക്കൽ വർക്ക് ചെയ്ത ആളുകളെ ഞങ്ങൾ പറയുന്നത് അവിടെ ആളുകൾ ഇരിക്കാൻ യോഗ്യരല്ല എന്ന് തന്നെയാണ്. ഇത് കൃത്യമായിട്ട് ഇത് വക്കീലിനെ അറിയിക്കുക, ഇതിനൊക്കെയല്ലേ അവർ ശമ്പളം മേടിച്ച് അവിടെ ഇരിക്കുന്നത്. ഇത് വേറെ കേസിൻ്റെ കണക്കല്ലല്ലോ, ഇതൊരാളെ അറസ്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം അതിന് കൊടുക്കണമായിരുന്നു. ഇവരത് ചെയ്തില്ല. തൊഴിൽക്കാരം അടയ്ക്കാത്ത എത്രയോ പഞ്ചായത്തുകളുണ്ട്. കടയ്ക്കൽ, മൈലം, ഇവിടെയെങ്കിലും തൊഴിൽക്കാരെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയത്തുപോലില്ല എന്താണ് ഇത്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഗുണ്ടാപ്പിരിവ് പോലെ ഇങ്ങനെ നടത്തുന്നു എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പഞ്ചായത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ അത് എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കണം. ഒരിടത്ത് മാത്രമായിട്ട് എന്താണ്, എന്നിട്ടും ഇത്രയും പാവം പിടിച്ച മനുഷ്യരെ ഒരു റേഷൻ കട നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് ഈ റേഷൻ കട ഉള്ള ഒരാൾക്ക് മനസ്സിലാകും. കാരണം പൊതുജനത്തിന് കൊടുക്കാനായിട്ട് വളരെ കുറച്ച് അരിയുമുണ്ട്, കുറച്ച് ഗോതമ്പുമുണ്ട്, ഗോതമ്പ് പൊടിയുമുണ്ട്, കുറച്ച് മണ്ണെണ്ണയും. ഇതിൽ കൂടുതൽ എന്താണ് അതിനകത്ത് കൊടുക്കാനുള്ളത്? കരിഞ്ചന്ത നടത്തുന്നു, പൂഴ്ത്തി വെക്കുന്നു. ഇതൊക്കെ എവിടെയാണ് പൂഴ്ത്തി വെക്കുന്നത്? പോസ്റ്റ് മെഷീനുണ്ട്, അതിനകത്ത് കൃത്യമായിട്ട് ആളുകൾ വരുന്നു, വിരൽ പതിക്കുന്നു, കൊടുക്കുന്നു. ഇവർക്ക് ശമ്പളം എന്ന് പറയുന്നത് സംഭവമേ ഇല്ല. ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇവർ കയ്യിൽ നിന്നിട്ട് പൈസ ഇട്ടിട്ടാണ് ഓരോ കടയും മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു ബിസിനസ്സിൻ്റെ കണക്കല്ല. ഇതിനകത്തിരിക്കുന്നവർക്കറിയാം ഈ കട എങ്ങനെ കളയണം എന്ന് പറഞ്ഞാൽ തന്നെയും നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരിത് വെച്ചിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് എല്ലാവരും. വളരെ ബുദ്ധിമുട്ടിലാണ് റേഷൻ വ്യാപാരികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഒരു റേഷൻ വ്യാപാരി വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പഞ്ചായത്തും കൂടെ ചെയ്തു കഴിഞ്ഞാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. കേട്ട് കേൾവിയുണ്ടോ? കരമടച്ചില്ല എന്നും പറഞ്ഞ് പിടികിട്ടാ പുള്ളിയെ പിടിക്കുന്നത് പോലെ ഒരു വയോധികനായ മനുഷ്യനെ പട്ടാപ്പകല് തൊഴിലിടത്തിൽ കയറി പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് കേൾവിയില്ല. കുളക്കട പഞ്ചായത്തിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇവർ മാപ്പ് പറയുന്നുണ്ട്, കൈ കഴുകാൻ ശ്രമിക്കുന്നുണ്ട്, അത് പറ്റിപ്പോയി എന്ന് അത് അവർക്ക് പറയാം. കേട്ട് കേൾവിയില്ല. കുളക്കട പഞ്ചായത്തിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇവർ മാപ്പ് പറയുന്നുണ്ട്, കൈ കഴുകാൻ ശ്രമിക്കുന്നുണ്ട്, അത് പറ്റിപ്പോയി എന്ന് അത് അവർക്ക് പറയാം. ഇനി ഇവർക്കൊരു മാതൃകാപരമായിട്ട് എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിയോ കാര്യങ്ങളോ ചെയ്യാത്ത പക്ഷം ഇവരിതൊക്കെ തന്നെ തുടർന്നും വീണ്ടും അവിടെ ഇരുന്നുകൊണ്ട് വേറൊരു കാര്യത്തിൽ വേറൊരു മനുഷ്യന് നേരെ ഇത് തന്നെ പ്രയോഗിക്കും. അതുകൊണ്ട് അതിന് നടപടിക്ക് അവർ ഉറപ്പ് തന്നേക്കുന്നത്, സെക്രട്ടറി ഉറപ്പ് തന്നേക്കുന്നത് ഇതിനെന്തായാലും ഇതിനകത്ത് വീഴ്ച വരുത്തിയ ആ ഉദ്യോഗസ്ഥർ ആരായാലും അവർക്കെതിരെ നടപടി എടുക്കും. അപ്പോൾ ഞാൻ റിട്ടേൺ കംപ്ലയിൻറ്റ് തരണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കംപ്ലയിൻറ്റ് തരാൻ ഞാൻ റെഡിയാണ്. എവിടെ പോകാനും ഞാൻ റെഡിയാണ്. കാരണം അത്രയും പ്രതികരിച്ചില്ല എങ്കിൽ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് ഞങ്ങളെല്ലാം തന്നെ. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുമ്പം അപ്പൂപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് അവളുടെ കൂട്ടുകാരികൾ ചോദിച്ചാലുള്ള അവസ്ഥ നിങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കുഞ്ഞു മനസ്സുകളൊക്കെ എന്തുമാത്രം വിഷമിക്കും എന്നുള്ളത്. അപ്പോൾ അവർ ഉറപ്പ് തന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നടപടി ഉണ്ടാകും. ഉടനെ തന്നെ അതിന് ഞങ്ങൾ അന്വേഷണം നടത്തി അതിൻ്റെ ആളുകളെ കണ്ടുപിടിച്ച് തുടർ നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞത്.